ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ CPIM അംഗം TG ശങ്കരനാരായണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ പാറേക്കാട്ടുകര ഡിവിഷനെയാണ് TG ശങ്കരനാരായണൻ പ്രതിനിധീകരിക്കുന്നത്. കാട്ടൂർ ഡിവിഷൻ അംഗം MB പവിത്രനാണ് TG ശങ്കരനാരായണനെ നിർദ്ദേശിച്ചത്. തൊട്ടിപ്പാൽ ഡിവിഷൻ അംഗം നിമിഷ ശ്രീനിവാസൻ പിന്താങ്ങി. എതിരില്ലാത്ത സാഹചര്യത്തിൽ വരണാധികാരി ജയ്ഫർ സാദിഖ് TG ശങ്കരനാരായണനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. തുടർന്ന് വരണാധികാരി ജയ്ഫർ സാദിഖ് മുൻപാകെ TG ശങ്കരനാരായണൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇത് രണ്ടാം തവണയാണ് TG ശങ്കരനാരായണൻ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തുന്നത്. 14 അംഗ ഭരണസമിതിയിൽ LDFിന് 11, UDFിന് 2, NDAക്ക് 1 എന്നതാണ് കക്ഷിനില. UDF NDA അംഗങ്ങൾ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് അംഗം, ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, കേരള കർഷക സംഘം ജില്ലാ നിർവാഹക സമിതി അംഗം, DYFI ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള TG ശങ്കരനാരായണൻ ജില്ലയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മികച്ച ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ പുരസ്കാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി LDFിലെ CPI അംഗം നിമിഷ ശ്രീനിവാസൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്തിലെ തൊട്ടിപ്പാൽ ഡിവിഷനെയാണ് നിമിഷ ശ്രീനിവാസൻ പ്രതിനിധീകരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട TG ശങ്കരനാരായണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വീണ്ടും ചാർജ് എടുത്തിരിക്കുകയാണ്. ഈ രണ്ടാമതും ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത എനിക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുൻകൈയെടുക്കുമെന്ന് ഉറപ്പു നൽകുന്നതോടൊപ്പം യഥാർത്ഥ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഭരണസമിതി അംഗങ്ങൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഈ ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന കാട്ടൂർ, കാറളം, മുരിയാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ സുമനസ്സുകളായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധതയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.